ഫ്ലവേഴ്സ് കുടുംബത്തിലെ ഒരു അംഗം പോലെയായിരുന്നു അദ്ദേഹം. പലപ്പോഴും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ വേദിയിൽ അദ്ദേഹം വന്നിരുന്നു. ഇന്നലെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ത്തിൻ്റെ വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ തന്നെ ഈ ഷൂട്ടിംഗ് നിർത്തിവെച്ച് അവിടുത്തെ വിധികർത്താക്കളായ MG ശ്രീകുമാറും മധു ബാലകൃഷ്ണനും ടിമി ടോമിയും അതുപോലെ നമ്മുടെ കുട്ടി ഗായകരും പ്രതിഭകളും എല്ലാം അണിചേർന്ന് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചു. ഇന്നലെ ഇത് കാണാതെ പോയവർക്ക് ഒരിക്കൽ കൂടി ഞാനത് കാണിച്ചു തരാം. കാര്യം അത്ര വികാരസ്പർശിയായ നിമിഷങ്ങൾക്കാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ വേദി സാക്ഷ്യം വഹിച്ചത്. ഇതേ വേദിയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ വേദിയിൽ അദ്ദേഹം ഒരു പഴയ ഗാനം ആലപിച്ചത് എൻ്റെ മനസ്സിലൂടെ പെട്ടെന്നൊരു മിന്നലാട്ടം നടത്തുന്നു. ആ പാട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. കനകപ്രതീക്ഷതൻ കണ്ണിമലർത്താലത്തിൽ കല്യാണപ്പൂവുമായി നിന്നവളെ, കല്യാണപ്പൂവുമായി നിന്നവളെ, കതിരണിച്ചിറകറ്റു മോഹങ്ങൾ വീണപ്പോൾ കരയാൻ പോലും മറന്നവളെ, കരയാൻ പോലും മറന്നവളെ. വിധിയുടെ വിൽപ്പനശാലയിൽ നീയൊരു വിളയാട്ടു ബൊമ്മയായി തീർന്നുവല്ലോ. വിധി നിന്നെ വിലപേശി വിറ്റുവല്ലോ, വിധി നിന്നെ വിലപേശി വിറ്റുവല്ലോ. കനകപ്രതീക്ഷതൻ കണ്ണിമലർത്താലത്തിൽ കല്യാണപ്പൂവുമായി നിന്നവളെ, കല്യാണപ്പൂവുമായി നിന്നവളെ. അടുത്ത ചരണം. അതിദാഹം തീരാത്ത വേഴാമ്പൽ ഞാൻ താലരാര